ഹലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കാൻ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചിക്കൻ കറി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ചാറാക്കുമ്പോൾക്ക് ഭയങ്കര ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനെടുത്ത ചിക്കൻ ഇത്രയാണോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു വലിയ നീരുള്ളി, 2 തക്കാളി, പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് വേണ്ടി നമ്മളെ വെള്ളിമുളകും ഉണ്ടമുളകും ആണോ. അപ്പോൾ ഇത് നമ്മളെ കൊത്തമ്പാരി എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ ഫ്രൈ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ നമ്മളെ ചൊട്ടെടുത്ത് വെച്ച മുളകും നമ്മളെ മല്ലിയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വറന്ന് കിട്ടും നമുക്ക് മുളകും മല്ലിയൊക്കെ. ഈ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഇച്ചിരി കൂട്ടി നമുക്ക് വറക്കുമ്പോൾ നല്ലതാണ്, ടേസ്റ്റും നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ നമ്മുടെ മുളക് വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ പാന് നല്ലോണം ചൂടായിട്ട് നല്ലോണമില്ലെങ്കിൽ നമ്മളെ മുളക് ഫ്രൈ പാൻ നന്ന ചൂടായാൽ നമ്മളെ മുളക് ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ചൂടാകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം മുളകിട്ട് കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ വറുത്തെടുക്കുമ്പോഴേക്ക് നമുക്കൊരു നല്ലൊരു സ്മെല്ല് വരും വറുത്ത മുളകിൻ്റെ. അപ്പം നമുക്കതൊന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ മല്ലി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കറിക്ക് എത്ര ആവശ്യത്തിന് മല്ലിയും മുളകും അത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെ കണക്കിനനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ മല്ലിയും ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ഇച്ചിരി ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾക്ക് നമുക്ക് അതും ഒന്ന് മാറ്റി കൊടുക്കണം. മല്ലിയും വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ ചാറിന് നമുക്ക് തേങ്ങ വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയും പിന്നെ പച്ചമുളക് വേണം. നമുക്ക് നല്ല സ്മെല്ലാണ് പച്ചമുളക്. പിന്നെ ജീരകം വേണം, ചെറിയ ജീരകവും വലിയ ജീരകവും 2 ഞാനിടാറുണ്ട്. പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മളെ പാന് ചൂടായിട്ടുണ്ടല്ലോ, എന്തായാലും നമ്മളെ മുളകും മല്ലിയും ഇട്ട് ചൂടായിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് അതിലോട്ട് തന്നെ പാന് ചൂടായിട്ടുണ്ട്. അതൊന്ന് ആ പാനൊന്ന് തുടച്ചിട്ട് ഞാൻ നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് നമുക്ക് ചാറാക്കാൻ വേണ്ടിയിട്ടോ. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി എണ്ണ കൂട്ടുന്നുണ്ടോ, നമുക്ക് തേങ്ങ നമ്മുടെ ജീരകമൊക്കെ ഒന്ന് വറുത്തിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഓട് നന്നാക്കി ചൂടായിട്ടുണ്ട്, ഫ്ലെയിമിൽ ഓട് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ആദ്യം നമ്മുടെ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വലിയ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ പച്ചമുളക് ഇട്ട് കൊടുത്തു. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഞാൻ ചതച്ച് വെക്കലാണ്. അപ്പം ഈ പാത്രത്തിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായി, അതുപോലെ ഞാൻ ചതച്ച് വെച്ചതാണ്. അപ്പം തേങ്ങ ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീരകമൊക്കെ ഒന്ന് കരിഞ്ഞു പോവുക. നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കരമായിട്ടൊരു സ്മെല്ല് വരും വറക്കുമ്പോൾക്ക്. പിന്നെ നമ്മൾ തേങ്ങ ഇതുപോലെ ചെറിയൊരു ബ്രൗണിഷ് കളർ, ചെറിയതല്ല നല്ലോണം ഡാർക്കും അല്ല, ഏകദേശം ഇതുപോലെ ആകുമ്പോൾക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവോ. അങ്ങനെ നമ്മുടെ മുളകും തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മുടെ മുളകും കൊത്തമ്പാരിയും കൂട്ടി ഒന്ന് അരച്ചെടുക്കുക. നല്ല മൈ പോലെ അരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ സുജാതയിലാണ് ഇടുന്നത്. മൈ പോലെ അരിഞ്ഞ് കിട്ടുന്നുണ്ട്. എന്നാലും ഇതിനേക്കാളും ടേസ്റ്റ് നമ്മളെ കല്ലിലിട്ട് അരച്ചെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കല്ലിലിട്ട് അരച്ചെടുക്കുമ്പോൾക്ക്, നല്ല മൈ പോലെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ മുളകും മല്ലിയും അരച്ചെടുക്കാൻ പോവുകയാണ്. മുളക് അരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക, അരിഞ്ഞിട്ടുണ്ടോ ഇല്ലേ, വെള്ളം ആവശ്യമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാവോ. മുളകിന് നല്ല സ്മെല്ലടിക്കുന്നുണ്ട്. നല്ല മൈ പോലെ അരിഞ്ഞ് വരണം, മൈ പോലെ അരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തടുത്ത് കല്ലിൽ നമ്മൾ നോക്കുമല്ലോ, അതുപോലെ നമുക്ക് ഇതും ചെക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സുജാത ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. മറ്റേ മിക്സിയിൽ എനിക്ക് ഉറപ്പില്ല അരിഞ്ഞ് കിട്ടുമോ എന്നോ. അപ്പോൾ അവധിയില്ലാത്തവർ കല്ലിലിട്ട് അരച്ചെടുക്കാം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കലാണ്.
അപ്പോൾ കറി നമ്മൾ എല്ലാവരും തയ്യാറാക്കുന്ന പോലെ ഉള്ളി വഴറ്റുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, തക്കാളി ഇടുക, എന്നിട്ട് നമ്മളെ മുളക് അരച്ചത് കൂട്ടി കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറി റെഡിയാണ്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പിന്നെ നമ്മുടെ തേങ്ങ അരച്ച് ചേർക്കുന്നത്. തിളച്ച് വരുമ്പോഴേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴേക്ക് ഞാൻ നമ്മളെ ഈ മിക്സിയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തേങ്ങ കൂടി ഇട്ട് അരച്ചെടുക്കാവും. അപ്പം മുളക് തിളച്ച് വരും, ഇത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ മുളക് അരച്ച പോലെ തന്നെയാണ് നമ്മൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കഴിഞ്ഞിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കുക. നല്ല മൈ പോലെ അരിയുന്ന അരച്ചെടുക്കുക. നല്ല മൈ പോലെ അരിഞ്ഞിട്ടുണ്ടാവും നമ്മളെ തേങ്ങ. പിന്നെ നമ്മൾ ഇത് അരച്ചിട്ട് നമ്മൾ മിക്സിയിൽ ചാറ് തുറക്കുന്ന സമയത്തൊരു മണം വരുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് സാറേ നമ്മൾ തട്ടത്തിൽ പറയുന്ന പോലെ ചുറ്റുള്ളതൊന്നും കാണില്ല എന്ന് പറയുന്നത് അത്ര നല്ല സ്മെല്ലാണ്. നമ്മുടെ ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയൊക്കെ തേങ്ങാൽ വറുത്തുണ്ടാവുന്ന ഒരു സ്മെല്ല്, ഭയങ്കര സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്മെല്ല്. നല്ല ടേസ്റ്റ് കൂടിയാണ്. ഇത് നമുക്ക് പാകത്തിന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വെച്ച കറിയായതുകൊണ്ടല്ല, നല്ല ടേസ്റ്റാണ്. നമ്മുടെ അരച്ച മുളക് നല്ല മണമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ അരപ്പ് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മുളക് കറി വേണമെന്നുണ്ടെങ്കിൽ മുളക് കറി വേറെ എടുത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ചാറാക്കുന്ന കറി വേറെ ചട്ടിയിൽ പൊഴിച്ചിട്ട് ബാക്കി മുളക് കറി നമുക്ക് എടുത്ത് വെക്കുന്നതാണ്. നമുക്കിത് ചാറും കിട്ടും, നമുക്ക് മുളക് കറിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വറുത്തരച്ച ചിക്കൻ്റെ ചാറ് ഇവിടെ റെഡിയാണ്. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നമ്മളെ പത്തരി ഇന്ത്യൻ പത്തൽ ചൂടാണ്ട് പത്തലിലേക്ക് കൂട്ടി തന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ നെയ്ച്ചോറിൻ്റെ ഒക്കെ ഭയങ്കര ടേസ്റ്റാണോ. നിങ്ങൾക്ക് എന്താ അപ്പാണ് ഇഷ്ടം അതെന്തെന്ന് വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്കും ഇതുപോലെ ടേസ്റ്റില്ല നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.